നമ്മളെ ഒരു വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നമ്മളെ ഉമ്മയും മോനും ചാനലിൻ്റെ നൗഫലിൻ്റെ വീട്ടിലേക്ക് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിരുന്ന ഹൗസ് വാർപ്പ് ഇൻഷാല്ലാ നമ്മൾ കുട്ടികളൊക്കെ പരിപാടിക്ക് പോകണം. അപ്പോൾ പോകുമ്പോൾ അടുത്തൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ എന്തായാലും ബാക്കി അവിടെ നൗഫലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് എന്നുള്ള വിലയിലേക്ക് അവൻ്റെ വീട് പുതിയ വീടല്ലേ. അപ്പോൾ ആ പുതിയ വീട്ടിലേക്ക് എല്ലാവരും പല സംഗതികൾ കൊണ്ടുപോകണം. പല വെറൈറ്റി പാത്രങ്ങൾ കൊണ്ടുപോകണവരുണ്ടാവും, ഗിഫ്റ്റ് പലതും കൊണ്ടുപോകണവരുണ്ടാവും. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഓക്കെ, ഈ സംഗതി എന്ന് വെച്ചാലേ ഫുള്ള് സ്മെല്ല് കിട്ടുന്നതാണ്. സ്മെല്ല് എന്ന് വെച്ചാൽ നമ്മൾ ഊത് പുകയ്ക്കണത്. അതുപോലെ തന്നെ ഇതിനെന്തെന്ന് പറയാം, ഹ്യൂമിഡിഫയർ അല്ലേ, നമ്മളാ ലിക്വിഡ് ഇട്ടിച്ചിട്ട് ചെയ്യണത്. പിന്നെ റൂം സ്പ്രേ. ഓക്കെ, അപ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊടുക്കൽ സുന്നത്താന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പുതിയ വീട്ടിലേക്ക് നമ്മുടെ വക എന്തായാലും ഇങ്ങനത്തെ സംഗതി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഇൻഷാല്ലാ പോട്ടെ. ആകെ തിരക്ക് പൊട്ടിപ്പോയി. ചെറിയൊരു ഗിഫ്റ്റ് അത് നമുക്ക്
അല്ലെങ്കിൽ അതിനോളം തന്നെയാണ്. ഈ അടുപ്പ് വരെ അതിന്റെ ആളെ തങ്ങളുടെ ബാക്കിൽ ഗ്രില്ല് ഇതിന്റെ മുകളിൽ ഇതിന്റെ മുകളിലേ അതിന് മുകളിൽ റിങ് വരും. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ റിങ്ങൊക്കെ കയറ്റി വെച്ച് പിന്നെ നാസർക്ക കാണിച്ചു കൊടുത്തിട്ടോ. നാസർക്കും വിനേട്ടനൊക്കെ ആയിരുന്നു അറിയില്ലേ, പൊലിവാൽ മീഡിയയിലെ നാസർക്ക, വിനേട്ടൻ, പിന്നെ ജുനൈസ്. ഇവർക്ക് അടുപ്പ് കാണാൻ വേണ്ടിയിട്ടും അടുപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ നമ്മളെന്താക്കി ആ ഗ്രില്ലൊക്കെ കയറ്റി വെച്ച് കബാബിൻ്റെ കോലൊക്കെ വെച്ച് കാണിച്ചു കൊടുത്തു. പക്ഷേ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ചൂടുന്ന ഗ്രില്ലുണ്ടായിരുന്നു. പക്ഷെ അതെവിടെ ഒരു വെച്ചിരിക്കുന്ന ഓർമ്മല്ല. നമുക്ക് ഹൗസ് വാമിൻ്റെ സമയത്ത് എടുത്ത് സെറ്റ് ചെയ്യാമെന്ന് കരുതിയതാണ്. പക്ഷേ മൊത്തം തിരക്കാരണം അത് എവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. നോക്കലും ഫുള്ള് തിരക്കാരണം ചോദിക്കാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു രീതിക്ക് നമ്മൾ അടുപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഗ്രില്ല് ഒന്നുമില്ല, ഗ്രില്ല് ഇപ്പം ഞാൻ റിങ്ങിൻ്റെ മുകളിലാണ് വെക്കാനുള്ളത്. സാധാരണ എല്ലായിടത്തും കാണുന്ന മാതിരി അൽഫാം ചൂടുന്ന ഗ്രില്ല് അതിന് മുകളിൽ വെക്കും. പിന്നെ ഇതുവഴിയാണ് നമ്മൾ വിറക്ക് വെക്കുന്ന സ്പേസ് കിട്ടോ. ഈ വിറക്ക് ഒക്കെ വെച്ച് അടുപ്പിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞാൽ അടച്ചു വെക്കും. ഇതേപോലെ ഇതെന്ന് വെച്ചാൽ ചെറിയൊരു സ്റ്റോറേജാണ് സ്പേസ്. അതായത് നമ്മൾ മീൻ പൊരിച്ചത് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി വെക്കുന്ന ചെറിയൊരു സ്റ്റോറേജ്. ചെറിയതായിട്ട് ഹീറ്റും ഫീൽ ചെയ്യും. അതായത് അടുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഓവൺ പോലെ ഒരു ഹീറ്റും ഫീൽ ചെയ്യും. അങ്ങനൊരു സെറ്റപ്പാണ്. അപ്പോൾ വിനയനക്കൊക്കെ അത് അടുപ്പൊരു വിനയനൊക്കെ ആദ്യമായിട്ട് കാണുന്ന അടുപ്പ്. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നൊരു ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ അവൻ്റെ വീട് അടുക്കള എന്ന് വെച്ചത് വീട് മൊത്തം അടിപൊളിയാണ്. ടോട്ടലി എന്ന് പറയാനും അടിപൊളി വീടാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ വീട്. അതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ അടുക്കള തന്നെയാണ്. അടുക്കളയാണെങ്കിലോ ഫുൾ വൈറ്റ് കളർ. ആ വൈറ്റ് കളറിലേക്ക് അവനെന്താക്കി, സാധാരണഗതിയിൽ നമ്മൾ അടുപ്പിൻ്റെ രണ്ട് സൈഡ്, അതായത് അടുപ്പിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ഗ്രാനൈറ്റാണ് ഒട്ടിക്കാൻ പറയാറ്. ബ്ലാക്ക് ഗ്രാനൈറ്റ്, വൈറ്റ് ടൈൽസാണ് സെലക്ട് ചെയ്യാൻ പറയാറ്. അപ്പോൾ അവൻ്റെ അടുക്കള ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അവനെന്താക്കി അടുപ്പിനും വൈറ്റ് ടൈൽസ് ഒട്ടിച്ച്. സംഭവം ഒരു വെറൈറ്റി ആയി, നല്ല ലുക്ക് ഉണ്ട് കാണാൻ. പക്ഷെ അതവർ അതുപോലെ തന്നെ കെയർ ചെയ്യണം. നമ്മൾ പുകയില്ലാത്ത അടുപ്പാണെങ്കിലും ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് കരി ഉണ്ടാവും. വെളിയിലേക്ക് അടുക്കളയിലേക്കൊന്നും കരിയും പുകയും പിടിച്ചിട്ടില്ലെങ്കിൽ പാത്രം വെക്കുന്നതിൻ്റെ അടിഭാഗം വിറക് കത്തിക്കുന്ന കാര്യമല്ലേ, അപ്പോൾ അടിഭാഗത്ത് കരി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആ ടൈൽസിന് മുകളിൽ ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ബാക്കി കാര്യങ്ങളൊക്കെ ഉഷാറായി. അങ്ങനെ അടുക്കളയൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടോ. ഓരോരുത്തർ വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നു. എന്തായാലും അടുപ്പ് മാത്രം കണ്ടാൽ പോരല്ലോ, നമ്മളതിൻ്റെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളെ കൂടിയും കണ്ടെന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് പോവാണ്. എന്തായാലും മുകളിൽ വശത്താണ് അവൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അവരെ പിന്നെ ഹാള്, നേരെ ഔട്ട് സൈഡ് കാര്യങ്ങളെല്ലാം കാണാനൊക്കെ വൃത്തിക്ക് നേരെ മേലെ കയറിയാലാണ്. അതുപോലെ തന്നെ അവൻ്റെ വീടിൻ്റെ നടുഭാഗത്തിന് നടുമുറ്റം വെച്ചിട്ട് അതിനകത്ത് എന്താക്കിയിട്ടുണ്ട്, ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടി കാണാനൊക്കെ ആയിട്ട് നേരെ മുകളിലേക്ക് കയറിയതാണ്. ഇവിടെ അടിപൊളി ഒരു വിൻഡോ, ഒരു ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ ഇതാണ്ട് നമ്മളെ അക്ബർക്ക നൗഫലിൻ്റെ വീടിൻ്റെ എഞ്ചിനീയർ. മൂപ്പർ ചെയ്ത വർക്കുകളൊക്കെ സൂപ്പർ വർക്കുകളാണ് കേട്ടോ, ടോപ്പ് വർക്കുകളാണ്. മൂപ്പര് വേറെ സൈറ്റ് ഉണ്ടായിരുന്നു കൊല്ലത്ത് പത്തനാപുരം പറഞ്ഞ സ്ഥലത്ത്, അതൊരു ഡോക്ടർ വീടായിരുന്നു. അത് നല്ല ലുക്കുള്ള നല്ലൊരു വ്യൂ ഒക്കെ ഉള്ളൊരു വീടാണ്. അവിടെ നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ഞാൻ ഇൻഷാല്ലാ ഒരു വീഡിയോ വേറെ എടുത്തിട്ടുണ്ട്, എന്തായാലും കാണിക്കാം. ഓക്കെ, പിന്നീട് കാണിക്കണ്ടേ. അടുപ്പ് എങ്ങനെയുണ്ട്? സൂപ്പറാ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നടന്നല്ലാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് ഫുഡ് കഴിച്ചിട്ട് വരാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. തൊട്ട് ബാക്ക് സൈഡിലാണ് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, സൂപ്പർ ഫുഡ്. 2-3 ഐറ്റം ഫുഡ് അതും ഇഷ്ടം പോലെ വേണ്ട പോലെ വിളമ്പി തരുന്നുണ്ടോ. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. ഏതായാലും ഇനി യാത്ര തിരിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതിയാവില്ല. നമ്മളവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു സെൽഫി പോലെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി. ഇപ്പോൾ സാലിയാക്ക് ഫോട്ടോസിലൊക്കെ ഉൾപ്പെട്ടപ്പോഴേ ഹൻഷിപ്പ് മൂന്നിക്കലിൻ്റെ കൂടെ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഏതായാലും വിളിച്ച് ഞങ്ങൾ ഫ്ലെയിം ടെക് നമ്മളടുപ്പ് അന്നത്തെ കാലത്ത് 12 കൊല്ലം മുന്നേ അടുപ്പ് വെച്ചതാണ്. ഇതേപോലത്തെ ആലുവ അടുപ്പ് വെച്ചാണ്. ഇത് വേറെ അതിനൊരു ഓലപ്പൊടി ഇട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം. ഓലപ്പൊടി ഇട്ട് എന്നിട്ടല്ലേ ഗ്രിൽ അടുപ്പ് ചെയ്യണേ അല്ലേ? ഇതിന്റെ അടുപ്പാണോ? സ്റ്റീലിന്റെ വീട് കത്ത് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഗ്യാസ് നോക്കട്ടോ. ഇൻഷാല്ലാ കണ്ടിലും പരിചയപ്പെട്ടിരുന്ന സന്തോഷം. പേര് ഷാജാൻ. നോക്കട്ടോ.
ലാസ്റ്റ് ഞങ്ങൾ വിടുക ഓക്കെ അക്ബർക്ക ഔട്ട് കേട്ടോ മുത്തേ ഉമ്മൻ്റെ റെഡിയൊക്കെ നോക്കുക അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ നോഫലിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങൊക്കെ കൂടി പിന്നെ എന്തായാലും റാഹത്തായി ആളും തിരക്ക് കുറഞ്ഞു ഞങ്ങളും നല്ല യാത്ര കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് വണ്ടി നമ്മൾ റോട്ടിലാണ് കിടക്കുന്നത് പിന്നെ